ഒരു 10-18 വർഷമായിട്ടുള്ള എൻ്റെ ആഗ്രഹം ഇന്നൊന്ന് സാധിക്കാൻ പോകട്ടോ. അതിന് വേണ്ട സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. എന്തിനാണ് ഈ കമ്പി എന്നല്ലേ, അതൊക്കെ പറയാം കേട്ടോ. കുറച്ച് ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ, അതൊന്ന് ഉണങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഒത്തിരി കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നേ. വാടക വീടുകളായതുകൊണ്ട് അവിടെ എങ്ങും അടുപ്പുണ്ടാവില്ല. അങ്ങനെ ആ ആഗ്രഹം സാധിക്കാതെ വർഷം 10-18 അങ്ങോട്ട് കടന്നു പോയിട്ടോ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ആണെങ്കിൽ ഇവിടെ അടുപ്പൊക്കെ ഉണ്ടല്ലോ. എന്നാൽ പിന്നെ കുറച്ച് നൂൽക്കമ്പി മേടിച്ചുകൊണ്ട് വന്നതിൻ്റെ ശേഷം അത് ആണി അടിച്ച് വലിച്ചു കെട്ടി ഉണങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബീഫ് നല്ല ചെറുതായിട്ട് മുറിച്ചെടുത്ത്, നീട്ടത്തിൽ മുറിച്ചെടുത്ത്, ഉപ്പും മഞ്ഞളും മുളകും ഒക്കെ കൂടെ തിരുമ്മി അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചു കേട്ടോ. എന്നിട്ട് കമ്പി അടിച്ച് ആണിയൊക്കെ വലിച്ച് കെട്ടുവാണ്. പിന്നെ ചകിരിയൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ വെച്ച് നല്ലപോലെ പുക ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സെറ്റായിട്ട് വരുമല്ലോ. അപ്പോൾ കമ്പിയൊക്കെ കഴുകിയെടുത്ത് ആക്കി കേട്ടോ. അമ്മേൻ്റെ വീട്ടിലാണെങ്കിൽ ഈ സംഭവം ഇടയ്ക്കിടയ്ക്ക് ആക്കി കിട്ടുന്നൊരു സാധനമായിരുന്നേ. പണ്ട് വീട്ടിൽ അറവൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഇറച്ചിയൊക്കെ കുറച്ച് ഉണ്ടാവുമല്ലോ. അങ്ങനെ അതൊക്കെ ഉണക്കി ഇടയ്ക്കിടയ്ക്ക് തരുമായിരുന്നു. ഇനി അതല്ലെങ്കിലും മേടിക്കുന്ന സമയത്താണെങ്കിലും അമ്മ ഇങ്ങനെ ഉണങ്ങി വെക്കുമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് അല്ലേ. ഒരു ഇത്തിരി കഷ്ണം കിട്ടിയാൽ മതിയല്ലോ, ഒരുപാട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ അതങ്ങ് സ്വന്തം ചെയ്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ടുള്ള സെറ്റപ്പ് ആട്ടോ ഈ കാണുന്നത്. നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? നിങ്ങൾ ഇതിന് എന്താണ് പറയുന്നത്? ഇങ്ങനെ ഉണങ്ങിയെടുക്കുന്നതിന് ചുട്ട ഇറച്ചി എന്നാണോ പറയലെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ വേണം കേട്ടോ. അങ്ങനെ ചകിരിയൊക്കെ വെച്ച് സെറ്റപ്പാക്കി ഉണങ്ങാനുള്ളാക്കിയിട്ടോ. നിങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് സപ്പോർട്ടും ചെയ്യണേ. അതേപോലെ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ സഹായിക്കണം കേട്ടോ. ഇതിൻ്റെ ബാക്കി വിശേഷം വരുന്നുണ്ടേ.